മലപ്പുറം വാഴക്കാടിൽ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് തെറിച്ചു വീണ സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ്. പരിക്കേറ്റ +1 വിദ്യാർത്ഥി അലൻ ബ്രിജേഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല എന്ന പരാതിയും അതിനൊപ്പം നമ്മൾ ഉയർന്നു കേട്ടതാണ്. അപകടം നടന്ന 4 ദിവസമായിട്ടും കേസെടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ പ്രതികരണം കാണാം ആദ്യം. സഫ എന്ന് പറഞ്ഞ ബസ് വന്നപ്പോൾ അതിൽ കയറാൻ വിചാരിച്ച് സ്റ്റോപ്പിൽ നിന്നു. ബസ് കുറേ മുമ്പോട്ട് കൊണ്ടാണ് നിർത്തി, സ്റ്റോപ്പിൽ നിർത്താതെ കുറേ മുമ്പോട്ട് കൊണ്ട് നിർത്തി. കയറി ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ബസ്സുകാരൻ ഡബിൾ ബെല്ലടിച്ചു. അതിൽ ഞാൻ ഡോറ് പോലും അടയ്ക്കാതെ ഡബിൾ ബെല്ലടിച്ചു. അതിൽ ഞാൻ പുറത്തേക്ക് തെറിച്ച് വീണു. എൻ്റെ ഊരടിച്ചാണ് ഞാൻ വീണത്. തല വരെ ഇടിക്കേണ്ടിയായിരുന്നു. ഞാൻ കമ്പിയും പിടിച്ചുകൊണ്ട് എൻ്റെ തല ഇടിക്കാതെ രക്ഷപ്പെട്ടു. ആ വിദ്യാർത്ഥിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എന്താണ് ഇതിൽ പോലീസ് അനങ്ങിയില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നു വരാനുള്ള സാഹചര്യം? പോലീസ് ആ പരാതിയോട് നൽകുന്ന മറുപടി എന്താണ്? റിജിത്ത്, വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അലംഭാവമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. 7-ാം തീയതി വൈകിട്ടാണ് +1 വിദ്യാർത്ഥിയായ അലൻ ഈ ബസ്സിൽ നിന്ന് വീഴുന്നത്. ബസ്സിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ഡബിൾ ബെല്ല് അടിക്കുകയും അതിൽ നിന്ന് തെറിച്ചു വീഴുകയുമായിരുന്നു. കയ്യിനും കാലിനും വയറിനും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ബസ് അപ്പോൾ തന്നെ നിർത്തി. നാട്ടുകാരാണ് ബസ് പിന്നീട് തടഞ്ഞു നിർത്തുന്നത്. അതിൽ നിന്ന് ബസ് ഇറങ്ങി വന്ന് അലന് നോക്കി എന്നുണ്ടെങ്കിലും പിന്നീട് ബസ് എടുത്ത് പോവുകയാണ് ഉണ്ടായത്. 100 മീറ്റർ അപ്പുറത്ത് ആശുപത്രി ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിലേക്കൊന്ന് എത്തിക്കാൻ പോലും ബസ്സുകാർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ കുടുംബം 8-ാം തീയതി തന്നെ പോലീസിൽ പരാതി നൽകുന്നു. വാഴക്കാട് പോലീസിലാണ് പരാതി നൽകുന്നത്. പക്ഷേ ഇപ്പോഴിതാ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 11-ാം തീയതി ഇപ്പോൾ ഈ രാത്രി ആയിരിക്കുന്നു. ഇതുവരെയും ആ കുട്ടിയുടെ മൊഴിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കേസിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. ഈ പരാതിയിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോംപ്രമൈസിന്റെ ചർച്ചകൾക്ക് മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബസ്സുകാരുടെ ഭാഗത്ത് നിന്ന് ബസ്സുകാർ എപ്പോഴും വിളിക്കുകയും അവരൊരു കോംപ്രമൈസിന് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിയമപരമായി പരാതിയുമായി പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കാരണം ഒന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ഈ സഫ ബസ്സുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം ചൈൽഡ് ലൈൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനും കുടുംബത്തിന്റെ ആലോചനയുണ്ട്. ആ രീതിയിലാണ് ആ നിയമപരമായ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഈ വിദ്യാർത്ഥികൾ കയറുന്നതിന് മുൻപ് ബസ് പോകുന്നു, അതിൽ നിന്ന് തെറിച്ചു വീഴുന്നു എന്നുള്ളതിലൊന്നും ഇപ്പോഴും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ശരി, വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. പോലീസ് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല എന്നുള്ളതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലേക്കാണ് ആ കുട്ടിയുടെ കുടുംബം കടക്കുന്നത്.